നമസ്കാരം, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ GD എക്സാമിന് വേണ്ടിയുള്ള 51 ഡേ പ്ലാനിൻ്റെ ഭാഗമായിട്ടുള്ള റീസണിങ്ങിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സുകളിൽ നോക്കുന്നത്. അന്നേരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടോപ്പിക്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഡൈസ്, ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും ഈ അവസാനം കഴിഞ്ഞ GD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പം എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക, എല്ലാവരും നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ എക്സാമിങ് അടുത്തു, അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷനൊക്കെ കുറച്ചുകൂടി ഊർജിതമാക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ 2024 GD എക്സാമിന് ദിശ അക്കാഡമിയിൽ പഠിച്ച് ഫൈനൽ ലിസ്റ്റ് ഇടം പിടിച്ചവരുടെ ഫോട്ടോസാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കാണും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു അവസരം നൽകുകയാണ്. നമ്മൾ 1499 രൂപയ്ക്ക് നമ്മുടെ GDയുടെ ഓൺലൈൻ കോഴ്സ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദിശ ആപ്പ് വഴിയാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. നമ്മുടെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ എക്സാമിനുള്ളത്. അപ്പോൾ ആരെങ്കിലും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് അറിയാം, രണ്ട് ടൈപ്പാണ് വരുന്നത്. സർക്കുലർ ടേബിളും ഉണ്ട്, അതേപോലെ ഒരു റോയിൽ ഇരിക്കുന്ന കേസും ഉണ്ട്. അപ്പോൾ ആദ്യം സർക്കുലർ ടേബിൾ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരുടെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, 6 ഫാമിലി മെമ്പേഴ്സ്, ഇവിടെ പറഞ്ഞേക്കുന്നത് 6 പേര്, 6 ഫാമിലി മെമ്പേഴ്സ്, PQRSTU. ഓക്കെ, ഇവര് സീറ്റഡ് അറ്റ് എ സർക്കുലർ ടേബിൾ ഫേസിങ് ഈച്ച് അതർ. ഓക്കെ, പരസ്പരം നോക്കിയിരിക്കുന്ന രീതിയിൽ ഈ 6 പേരും ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പം ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാം, സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, 6 പേരായതുകൊണ്ട് ഇവർ ഫേസിങ് ഈച്ച് അതർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫേസിങ് ടുവേർഡ്സ് സെന്റർ എന്നാണ്. അതായത് പരസ്പരം നോക്കിയിരിക്കുമ്പോൾ അവർ അകത്തേക്ക് നോക്കിയിരിക്കുന്നതാണ്. അപ്പോൾ 6 പേരെ വരയ്ക്കുന്നു. ഓക്കെ, 6 പേർക്കുള്ള സീറ്റ് വരയ്ക്കുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നത് S is to the immediate left of U. ഓക്കെ, യുവിന്റെ തൊട്ട് ലെഫ്റ്റിലാണ് S ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ യുവിനെ ഫിക്സ് ചെയ്താൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. യുവിന്റെ തൊട്ട് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും S ഇരിക്കുന്നത്. ഞാൻ യുവിനെ അവിടെ കൊടുത്താൽ S ആയിരിക്കും ഇവിടെ വരും. S ഇവിടെ. Q is second to the left of S. അപ്പൊ ഇതേ എസിനെ പറ്റി തന്നെയാണ്. ഈ എസിന്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റിലാണ് Q. അപ്പൊ എസിന്റെ ലെഫ്റ്റ് എങ്ങോട്ടാണ്? എസിന്റെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. ലെഫ്റ്റിന്റെ രണ്ടാമെന്ന് പറയുമ്പോൾ 1, 2. ഇപ്പൊ ഇവിടെയാണ് ആര് വരുന്നത്? ഇവിടെയാണ് Q വരുന്നത്. ഓക്കെ, P is second to the left of R. ഇപ്പൊ ഇവിടെ നമുക്ക് Pയും വന്നിട്ടില്ല, Rഉം വന്നിട്ടില്ല. അപ്പൊ അവരെ നമുക്ക് ഇഷ്ടമുള്ളവർക്കൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. P സെക്കൻഡ് ടു ലെഫ്റ്റ് ഓഫ് R എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എവിടെയെങ്കിലും ഒരിടത്ത് R ഉണ്ടെങ്കിൽ Rന്റെ ലെഫ്റ്റിൽ രണ്ടാമതാണ് P. എപ്പോഴും നമ്മൾ മലയാളത്തിൽ മീനിങ് മനസ്സിലാക്കുക. P സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് R എന്ന് പറഞ്ഞാൽ ഈ R എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ Rന്റെ ലെഫ്റ്റില് രണ്ടാമതാണ് P. നമുക്ക് ഇനി 3 സീറ്റ് വേക്കൻ്റ് ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുക. അപ്പൊ ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് 2 പേരെയും വെക്കാൻ പറ്റുന്ന രീതിയിൽ എവിടെ വെക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഓരോരുത്തരത്ത് നോക്കുകയാണ്. ഇവിടെ ഞാൻ ആറിനെ വെച്ചാൽ എനിക്ക് P-യെ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ആണ് ആറെങ്കിൽ ലെഫ്റ്റ് എങ്ങോട്ടാണ്? ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. 1, 2 രണ്ടാമതാണല്ലോ. ഇവിടെ എനിക്ക് P-യെ കൊടുക്കാൻ പറ്റത്തില്ല, ഇവിടെ ആളിരിക്കുകയാണ്. ഇനി 6 ഇവിടെ ആണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണല്ലോ. അപ്പം 1, 2 അവിടെയും കൊടുക്കാൻ പറ്റില്ല, അവിടെ S ഇരിക്കുകയാണ്. അതായത് നമുക്ക് ബാക്കിയുള്ള 3 സീറ്റില് ഇവിടെ രണ്ടിടത്തും ആറിനെ കൊടുത്താൽ P-യെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒരേ ഒരു സാധ്യത അല്ല, ഇവിടെ 6നെ കൊടുത്താലല്ല പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇവിടെ 6 വരും എന്നുള്ളത് നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അപ്പൊ 6 ഇവിടെ വരത്തുള്ളെങ്കിൽ P എവിടെ ആയിരിക്കും വരുന്നത്? ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആകുമ്പോൾ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. നോക്കി 1, 2. അപ്പൊ P ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പൊ അത് ആ 2 കാര്യം നമുക്ക് അതിൽ നിന്ന് ഉറപ്പിക്കാം. അപ്പൊ ഇങ്ങനൊരു കേസ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഇവിടെ വന്നാൽ ശരിയാവോ? അവിടെ വന്നാൽ ശരിയാവത്തില്ല. അപ്പൊ ഒരിടത്തെ ശരിയാവത്തുള്ളൂ. അപ്പൊ അവിടെ 6 വരും. P ഫിക്സ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ടെങ്കിൽ അതിന് പറയാത്ത ആള്, ക്വസ്റ്റ്യൻ ഇനി വരാത്ത ആളാരാന്ന് നോക്കിയേ. P വന്നു, Q വന്നു, R വന്നു, S വന്നു, T അല്ല ഇനി വരാനുള്ള. അപ്പൊ T ആയിരിക്കും ഇവിടെ വരും. അപ്പൊ എല്ലാവരും ആയില്ലേ? ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ഹൂ ഇസ് ദി ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ബോത്ത് U ആൻഡ് P? യുവിന്റെയും P-യുടെയും നെയ്ബർ. അപ്പൊ യുവിന്റെയും P-യുടെ നെയ്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഇടയ്ക്കിരിക്കുന്ന ആൾ ആരാണ്? T ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 T ആണ് ആൻസർ. ഓക്കെ, 2 പേരുടെ നെയ്ബറായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അവർക്കിടയിൽ ഇരിക്കുന്ന ആളായിരിക്കും, എന്നാലും അവർക്ക് 2 പേർക്ക് നെയ്ബർ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 T എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ആണെങ്കിൽ 7 പേരാണ്. അപ്പോൾ 7 പേരാണ് സർക്കുലർ ടേബിൾ ഫേസിങ് ഓപ്പോസിറ്റ് ടു ദ സെന്റർ. ശ്രദ്ധിച്ച് വായിക്കണം. സർക്കിളിനകത്തേക്കല്ല, സർക്കിളിന് വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. 7 പേര് സർക്കിളിന് വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയായിരിക്കും? നമ്മൾ ആരോ മാർഗ് വെളിയിലേക്ക് വരയ്ക്കും. 1,
2 3 4 5 6 ഏഴാമത്തെ ആളെ ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഇവിടെ വരയ്ക്കുകയാണ് 7 വരായ. W is second to the left of X. ഇപ്പൊ ഞാൻ എക്സിനെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ലെഫ്റ്റ് മാറ്റമുണ്ട്. ഇവിടെ ലെഫ്റ്റ് എക്സിന് ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ W 1 2 W ഇവിടെ വരും. W is second to the left of X. W is the immediate neighbor of both B and C. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ രണ്ടുപേരുടെ നെയ്ബർ എന്ന് പറയുമ്പോൾ അവർക്ക് ഇടയിലായിരിക്കും. അതായത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, ഈ W എന്ന് പറഞ്ഞാൽ ബിയുടെ സീറ്റ് ഇടയ്ക്കാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ ബി എ സി എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ഇത് ഓർഡർ തിരിഞ്ഞു വരാം. അതായത് CW B ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റും, എന്താണ്, ഒന്നെങ്കിൽ ബി ഇവിടെ അല്ലെങ്കിൽ സി ഇവിടെ, അല്ലെങ്കിൽ ബി ഇവിടെ അല്ല സി ഇവിടെ. രണ്ടുപേരും ഇവിടെ ഈ ബി സിയും ഇവിടെ രണ്ടിടത്തായിട്ട് വരുന്നതെന്നുള്ളത് ഉറപ്പാണ്. അതിൽ ബി എവിടെ സി എവിടെ എന്നുള്ളത് ഫിക്സ് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ കൊടുക്കാം. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, Z is fourth to the left of B. Z is fourth to the left of B. അപ്പോൾ ബി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബിയുടെ ലെഫ്റ്റിൽ നാലാമതാണ് Z. അപ്പോൾ ബി ഫിക്സ് ആയിട്ടില്ല. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത പോലെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഒരു പക്ഷേ ബി ഇവിടെ ആണെങ്കിൽ, ഓക്കെ, ബി ഇവിടെ ആണെങ്കിൽ, ബി ഇവിടെയാണ് വരുന്നത് നമുക്ക് വിചാരിക്കും. ബി ഇവിടെ ആണെങ്കിൽ ലെഫ്റ്റിൽ നാലാമെന്ന് പറയുമ്പോൾ എവിടെ വരും? ഇപ്പൊ ലെഫ്റ്റ് അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്, തെറ്റിക്കോറി ഇങ്ങോട്ടാണ്. 1 2 3 4 ഇവിടെ ആരും 4 വരണ്ടേ, Z വരണ്ടേ. പക്ഷെ അവിടെ ആളുണ്ടല്ലോ. അതായത് ഞാൻ ബി ഇവിടെ ഫിക്സ് ചെയ്താൽ എനിക്ക് Z കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ബി എവിടെ വരും? ഒന്നെങ്കിൽ നമുക്കറിയാം, ഒന്നെങ്കിൽ ബി ഇവിടെ അല്ലെങ്കിൽ ബി ഇവിടെ. അപ്പൊ അതിൽ നിന്ന് എന്ത് ഉറപ്പിക്കാം, ബി ഇവിടെ വരും. കാരണം ഇവിടെ ബി വന്നാൽ നമുക്ക് Z കൊടുക്കാമല്ലോ. നോക്കി, ലെഫ്റ്റ് അങ്ങോട്ടാണ്, ഇങ്ങോട്ട് 1 2 3 4 ഒരു കുഴപ്പമില്ല, Z കൊടുക്കാം. അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, ബി ഇവിടെയാണ് വരുന്നത്. അപ്പൊ ബി ഇവിടെയാണ് വരുന്നതെങ്കിൽ നമുക്കിത് മാറ്റാം. അപ്പൊ ബി ഇവിടെയാണ് വരുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പായി സി ഇവിടെ വരും. ക്ലിയർ ആയോ? ബി എവിടെയാണ് വരുന്നതെങ്കിൽ സി ഇവിടെ വരും. ബി ഇവിടെയാണ് വരുന്നത് ഉറപ്പിച്ചെങ്കിൽ നമുക്ക് ആരെയും കൂടെ ഒരു Z കൊടുക്കാം. 1 2 Z പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ബി ഉറപ്പിച്ച്. ഇപ്പൊ എവിടെയാണ് Z വരുന്നത്? 1 2 3 4 Z ഇവിടെ വരും. അങ്ങനെ ബി എ സി എയും Z ആ ഒരു സെന്റൻസിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി അടുത്തെന്താണ്, Y is not the immediate neighbor of C. Y എന്ന് പറഞ്ഞാൽ സിയുടെ നെയ്ബർ അല്ല. സിയുടെ നെയ്ബർ ആരാണ്? സിയുടെ നെയ്ബർ, ഒരു നെയ്ബർ W വന്നിരുന്നു കഴിഞ്ഞു. ഒരു നെയ്ബർ ഇവിടെ വേക്കൻ്റ് ആണ്. ഇവിടെ Y വരില്ല. അപ്പൊ ഇവിടെ Y വരില്ല എന്ന് പറഞ്ഞാൽ Y ഇവിടെ വരും, Y ഇവിടെ വരും. പിന്നെ എളുപ്പമാണല്ലോ, ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്, അതിന് വരാത്ത ആളാകാൻ നോക്കുക. A അല്ലേ, A ധൈര്യമായിട്ട് ഇവിടെ കൊടുക്കുക. ഫൈനൽ ക്വസ്റ്റ്യൻ, who is sitting on the immediate left of X. Xന് തൊട്ട് ലെഫ്റ്റ് ഇരിക്കുന്ന ആള് B. ഓപ്ഷൻ 4B എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, കാര്യം മനസ്സിലായി. ഓപ്ഷൻ 4B എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇവിടെ ഒരു റോയിൽ ഇരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ എഴുതാറുണ്ട്, സർക്കിൾ ആയിരുന്നു. ഇനി ഒരു റോയിൽ ഇരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 7 പേര് ഒരു റോയിൽ ഇരിക്കുകയാണ്, ഫേസിങ് നോർത്ത്. അപ്പോൾ ഡയറക്ഷൻ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ലൈൻ വരയ്ക്കുന്നു, 7 പേർക്കുള്ള വരയ്ക്കുന്നു. നോർത്ത് ഫേസ് ചെയ്യാണ്ട് ഇങ്ങനെ വരും. അങ്ങനെ 7 പേരെ സീറ്റ് ചെയ്യാനുള്ള രീതിയിൽ വരച്ചു. ഓക്കെ, ഇനി എന്താണ് ആദ്യം പറഞ്ഞത്, S is to the immediate right of R. അപ്പം അറിയാമല്ലോ, ഇവിടെ നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരെ ആദ്യം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഒരു എൻഡോ അല്ലെങ്കിൽ അങ്ങനെ മിഡിലോ അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതെന്ത് എഴുതി വെക്കുക, ആറിന്റെ തൊട്ട് റൈറ്റിലാണ് S. ആറിന്റെ തൊട്ട് റൈറ്റിലാണ് S. T ആൻഡ് P ആർ നെയ്ബേഴ്സ് ഓഫ് U. ഇപ്പൊ എന്താണ് അവിടെ സംഭവം, ടിയും ബി യുവിന്റെ നെയ്ബർ എന്ന് പറഞ്ഞാൽ യുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ടാണ് ടിയും ബിയും. പക്ഷെ അത് തിരിച്ചും മറിച്ചും വരാം. അതായത് P ഇവിടെ, U ഇങ്ങനെയും വരാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞും വരാം. പക്ഷെ അവിടെ നടുക്കാണ് ആര് വരുന്നത്, U വരുന്നത്. Q ഈസ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് R. ശ്രദ്ധിച്ച് വായിക്കുക, Q ഈസ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് R. നമ്മൾ ഓൾറെഡി ആറിനെ പറ്റി ഒരു കാര്യമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ കൊടുക്കാം. ഈ ആളുടെ തൊട്ട് ലെഫ്റ്റിലാണ് Q. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നത് തെറ്റില്ലല്ലോ. ഇവന്റെ തൊട്ട് ലെഫ്റ്റിലാണ് Q. അതായത് ഇവർ 3 പേര് ഒരു അടുപ്പിച്ചാണ് വരുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം. Q is to the immediate left of R. ശ്രദ്ധിച്ച് വായിക്കണം. And on second place from leftmost end. Okay, and on second place from leftmost end. ആരെ പറ്റിയാണ് പറഞ്ഞത്, ക്യൂവിനെ പറ്റിയാണ്. ശ്രദ്ധിച്ച് നോക്കണം, ഇത് ആറിനെ പറ്റിയല്ല. ഇവിടെ ആൻഡ് കഴിഞ്ഞ് ഒരു 4 സെന്റൻസിന് തുടക്കത്തിൽ കിടക്കുന്ന ആളാണ്. അതായത് ക്യൂവിനെ പറ്റിയാണ്. ഇതേ ക്യൂ തന്നെ ലെഫ്റ്റിൽ നിന്ന് രണ്ടാമതാണ്. അപ്പൊ എളുപ്പമായല്ലോ, ക്യൂവിനെ ഫിക്സ് ചെയ്യാം. ഈ ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞതല്ലേ, ഇവിടുന്ന് രണ്ടാമെന്ന് പറയുമ്പോൾ ക്യൂ ഇവിടെ വരും. അപ്പൊ ക്യൂവിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൊടുത്തു തരാം. ക്യൂവിന്റെ തൊട്ടിപ്പുറത്ത് 6, ഇവിടെ S. ഇനി ഒരു സെന്റൻസ് കൂടെ ഉണ്ടെന്നാണ്, P സെറ്റ് റൈറ്റ് മോസ്റ്റ് എൻഡ്. ഏതാണ് റൈറ്റ് മോസ്റ്റ് എൻഡ്? ഇതല്ലേ. അപ്പൊ ഇവിടെ ആര് വരും, P വരും. അപ്പൊ സെന്റൻസിൽ പറഞ്ഞല്ല, നമ്മളിപ്പോ ഇത് കൊടുത്തു. ഇനി ഇത് കൊടുക്കാനുണ്ടല്ലോ, ഇതിന് ഈസി ആയിട്ട് കൊടുത്തൂടെ. നോക്കി, ടിയുടെ പിയുടെ ഇടയ്ക്കാണ് യു. അപ്പം P ഇവിടെ വന്നു. ഇനി അങ്ങോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ എവിടെ വരും? ഇപ്പൊ ഇതാണ്, ഈ പൊസിഷൻ തന്നെയാണ് കറക്റ്റ് വരുന്നത്. ഇതല്ല, ഇതാണ്, ഈ രീതിയിൽ തന്നെയാണ് വരുന്നത്. അതായത് T ഇവിടെ, U ഇവിടെ. ഇനി ഒരാൾ ബാക്കിയുണ്ട്, ആരായിരിക്കും? PQRSTUV. ഓക്കെ, V ആയിരിക്കും ഇവിടെ വരും.
ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ടി, തൊട്ടറായിട്ട് ഇരിക്കുന്ന ടിയുടെ തൊട്ടറായിട്ട് ഇരിക്കുന്ന ആരാണ്? ഓപ്ഷൻ 3 യു ആണ് ഫൈനൽ ആൻസർ. ഈ രീതിയിലാണ് നമ്മൾ ഒരു റോയിൽ ഇരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ പി ക്യു ആർ എസ് ടി യു എത്ര പേരുണ്ട്? 3, 4, 5. ഇവിടെ 7 പേരാണ്. ഫേസിങ് നോർത്ത് ആണ്. അപ്പോൾ 7 പേര് ഫേസിങ് നോർത്ത് ആണ്. 1, 2, 3, 4, 5, 6, 7 പേര്. ഓക്കെ, ഫേസിങ് നോർത്ത്. യു ഇസ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ടി. എന്താണ്? ടിയുടെ തൊട്ട് റൈറ്റിലാണ്, തൊട്ടപ്പുറത്താണ് യു ഇരിക്കും. ടി ഈസ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് വി. ഓക്കെ, ഇതേ ടി തന്നെയാണ്. ഇതേ ടി തന്നെ വിയുടെ റൈറ്റിൽ 4ാമതാണ്. ഓക്കെ, ഞാനത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം. അപ്പോൾ വി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിയുടെ റൈറ്റ്, അപ്പോൾ ഇങ്ങനെ നോർത്ത് ആണ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണത്. വിയുടെ റൈറ്റിൽ 4ാമെന്ന് പറയുമ്പം 3 പേര് ഇടയ്ക്കുണ്ടല്ലോ, ഇടയ്ക്ക് 3 പേരുണ്ട്. അപ്പോൾ 3 പേര് കഴിഞ്ഞിട്ടുള്ള ആളാണ് ടി. പിന്നെ എനിക്ക് കമ്പൈൻ ചെയ്തും കൊടുക്കാമല്ലോ. കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? വി ഇവിടെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് 3 പേരുണ്ട്, അത് കഴിഞ്ഞാണ് ടി, ടിയുടെ തൊട്ടപ്പുറത്താണ് വി. ഇവരിങ്ങനെ ഈ ഓർഡറിൽ വരുമല്ലോ. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ ആകെ എത്ര പേരുണ്ട്? ആകെ 7 പേരാണുള്ളത്. ഇതിപ്പോ എത്ര പേരാണെന്ന് നോക്കിയേ? 1, 3, 1, 4, 5, 6 പേരായിരുന്നു. ഇതിപ്പോ 7 പേരായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ധൈര്യമായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത സെന്റൻസ് കൂടെ നോക്കാം. R is the neighbor of Q and S. ഓക്കെ, R is the neighbor of Q. അപ്പോൾ നമ്മൾ ക്യൂവിനെ എസിനെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല, വേറെയായിട്ട് എഴുതാം. R എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ എസിനെ. അപ്പം നിങ്ങൾക്ക് അറിയാം, ഒന്നെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ R എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എസിന്റെയും ക്യൂവിന്റെ. ഈ ക്യൂ എസ് എന്ത് വരാം? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരാം. നടുക്കിരിക്കുന്ന ആരാണ്? R. ഓക്കെ, പേഴ്സൺ ഹൂ ഇസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ് ഈസ് അറ്റ് വൺ ഓഫ് ദി എൻഡ്സ്. ശ്രദ്ധിച്ചെടുക്കുക. പേഴ്സൺ ഹൂ ഇസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ്, എസിന്റെ ലെഫ്റ്റിൽ 3ാമതിരിക്കുന്ന ആളെ ഏതോ ഒരു എൻഡിലാണ്. അത് ഈ എൻഡ് ആകാം, ഈ എൻഡും ആകാം. ഓക്കെ, ഇപ്പൊ എപ്പം അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയേ. ഈ എസിന്റെ ലെഫ്റ്റിൽ 3ാമതിരിക്കുന്ന ആളാണ് ആ എൻഡിൽ ഇരിക്കുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എസിനെ ഈ ഭാഗത്തെല്ലാം കൊടുത്താൽ ഈ എൻഡിലിരിക്കുന്ന ആളായിരുന്നു വരണ്ടെങ്കിൽ എസ് ഈ ഭാഗത്ത് വന്നാലല്ല എസിന്റെ ലെഫ്റ്റ് 3ാമത് വരും. അപ്പം ഈ എൻഡിൽ ഇരിക്കുന്ന ആളിനെ പറ്റിയാണോ പറഞ്ഞത്? അല്ല, ഈ എൻഡിൽ ഇരിക്കുന്ന ആളിനെ പറ്റിയാണ് പറഞ്ഞത്. അയാൾ എസിന്റെ ലെഫ്റ്റില് 3ാമതാണ്. അതായത് എസ് അവിടെ വരണം, എസ് ഇവിടെ വരണം. ഓക്കെ, ക്ലിയർ ആയോ? പേഴ്സൺ ഹൂ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ് ഈസ് അറ്റ് വൺ ഓഫ് ദി എൻഡ്സ്. ശരിയായില്ല, എസ് ഇവിടെ വന്നാലേ എസിന്റെ ലെഫ്റ്റില് 1, 2, 3 മൂന്നാമതിരിക്കുന്ന ആൾ ഏതോ ഒരു എൻഡിലാണ്. ഈ എൻഡിൽ ഇരിക്കുന്ന ആളെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് ശരിയാകത്തില്ല. എസിന് എനിക്ക് ഇപ്പുറത്തോട് കൊടുക്കേണ്ടി വരും. അവിടെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എസ് ഇവിടാണ് വരുന്നത്, അതിൽ ഉറപ്പിക്കാം. അപ്പോൾ എസ് ഇവിടാണ്, എസിന്റെ ലെഫ്റ്റ് 3ാമതിരിക്കുന്ന ആളെയാണ് എൻഡിൽ ഇരിക്കുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ആകെ ഫിക്സ് ചെയ്യാൻ പറ്റിയത് എസിനെ മാത്രമാണ്. ഇനി എസിനെ വെച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ? എസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ എവിടെയാണ് ക്യൂ, എവിടെയാണ് എസ് എന്നുള്ളത്? സോറി, എസിന്റെ ഇപ്പുറത്തോട്ടല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഒന്നെങ്കിൽ ഈ ആർ ക്യൂ എന്നുള്ളത് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഈ ആർ ക്യൂ എന്നുള്ളത് ഇപ്പുറത്തോട്ട് വരാം. അപ്പൊ അത് എങ്ങനെ വരുമോ നമുക്ക് അവിടുന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് വേറെ തന്നിരിക്കുന്നതും ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡയറക്റ്റ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എന്താണ് വഴി നോക്കുക. ഇവിടെ രണ്ടാമതൊരു ചാൻസ് കൂടെ വരയ്ക്കുന്നതാണ് നല്ലത്. ഓക്കെ, രണ്ടാമതൊരു ചാൻസ് കൂടെ വരയ്ക്കുന്നതാണ് നല്ലത്. അതായത് ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7 വരെ വരച്ചല്ലോ. ഇതില് എത്രാമതാണ്? ഇവിടുന്ന് 4ാമതാണ് എസിരിക്കുന്നത്. ഇവിടെ 4ാമതാണ് എസിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ 2 ചാൻസ് എന്ന് വെച്ചാൽ എസിന്റെയും ക്യൂവിന്റെ ഇടയ്ക്കാണ് ആർ. അത് ഇങ്ങോട്ട് പോവാം. അതായത് എസിന്റെയും ക്യൂവിന്റെ ഇടയ്ക്ക് ഇങ്ങനെയും വരാം. ഈ ചാൻസ് നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചുള്ള രീതി കൊടുക്കുക. അതായത് ഇങ്ങനെ എസിന്റെയും ക്യൂവിൻ ഈ 2 രീതിയിലും വരാം. മനസ്സിലായി? ഈ 2 രീതിയിലും വരാം. അതായത് ഇങ്ങനെയും വരാം, ഇങ്ങനെയും വരാം. അപ്പൊ അത് നമ്മൾ 2 ചാൻസ് ആയിട്ടാണ് കൊടുത്തു. ഇനി നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റും നോക്കി. ഇനി മുന്നോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തിപ്പം ഇവർ ഇത്രയും വരാമല്ലോ. ഇനി നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? ഇത് കൊടുക്കാൻ പറ്റുമോ നോക്കുക. വി കഴിഞ്ഞ് 3 പേര് കഴിഞ്ഞ് ടി കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടി യു അടുത്തടുത്തല്ല ഇരിക്കുന്നത്, ടി യു അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ ടി യു അടുത്തടുത്തിരിക്കുന്ന രീതിയിൽ 2 പേര് അടുപ്പിച്ചതാണല്ലോ. അപ്പൊ നമുക്ക് 2 പേര് അടുപ്പിച്ച് വരുന്നതാണ് ഇവിടെ എല്ലാം ഉള്ളത്, ഇവിടെയും ഇവിടെ എല്ലാം ഉള്ളത്. ഇവിടെ നമ്മൾ ടി എ യുവിനെയും കൊടുത്തു കഴിഞ്ഞാൽ വി എ കൊടുക്കാൻ പറ്റുമോ? കാരണം 3 പേര് ഗ്യാപ്പിലെ എനിക്ക് വി എ കൊടുക്കാൻ പറ്റും. ഞാനിപ്പം ഇവിടെ ടി എ കൊടുത്താൽ പോലും ഇവിടെ ടി എ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ടി എ കൊടുത്താൽ പോലും ഇപ്പുറത്തോട്ട് എനിക്ക് 3 പേര് ഗ്യാപ്പിൽ വി എ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചതാണ്, ടി യു അടുത്തടുത്താണ്. അപ്പൊ അടുപ്പിച്ച് 2 പേര് വരണം. ഇവിടെ എനിക്ക് ടി എ കൊടുത്താൽ അപ്പുറത്ത് യുവിനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെയും പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ചാൻസ് തെറ്റാണ്, ഈ ചാൻസ് ആണ് ശരി. ഓക്കെ, അപ്പൊ അടുപ്പിച്ച് 2 പേര് വരുന്ന ഓപ്ഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ നോക്കിയാൽ അവിടെ ടി യു ഇവിടെ വരാം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 പേര് ഗ്യാപ്പിലാണ് വി വരേണ്ടത്. അപ്പൊ നോക്കി ഇങ്ങോട്ട് 1, 2, 3 പേര് ഗ്യാപ്പിൽ വിയെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെയല്ല. അപ്പൊ എന്താണ് സംഭവം? ടി ഇവിടെയും യു ഇവിടെയും വരണം. മനസ്സിലായി? ടി ഇവിടെ യു ഇവിടെയും വരണം. അങ്ങനെയാണെങ്കിൽ വി എവിടെ വരും? വി ഇവിടെ വരും. അപ്പൊ 3 പേര് ഗ്യാപ്പിൽ ടി, അത് കഴിഞ്ഞിട്ട് യു. ഇനി വരാത്ത ആളാരാണെന്ന് നോക്കുക. പി ക്യു ആർ എസ് ടി യു വി അല്ലേ? പി ക്യു ആർ എസ് ടി യു വിയിൽ ഇതിനകത്ത് വരാനുള്ളത് പി അല്ലേ? അപ്പൊ ആ പി ആയിരിക്കും ഇവിടെ വരും. ഇവിടെ നമുക്ക് 2 ചാൻസ് വരയ്ക്കാതെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പൊ 2 ചാൻസ് വരച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇതാണ് നമ്മുടെ ഫൈനൽ അറേഞ്ച്മെന്റ് വരുന്നത്. അപ്പൊ നോക്കുക, ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ? ആറിന് തൊട്ട് റൈറ്റ് ഇരിക്കുന്ന ആരാണ്? എസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 8 boys are sitting in a row facing towards south. ശ്രദ്ധിച്ച് നോക്കുക, സൗത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. 8 പേരുണ്ട്. സൗത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആരോ മാർക്ക് കൊടുക്കുന്നത്? ഇങ്ങോട്ടാണല്ലോ സൗത്ത്. 1, 2, 3, 4, 5, 6, 7, 8 പേരുണ്ട്. ഓക്കെ, 8 പേരുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യുക. 8 പേരുണ്ട്, സൗത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. എ ആൻഡ് എച്ച് ആർ അറ്റ് എക്സ്ട്രീം എൻഡ്സ് ഓഫ് ദ റോ. എ എച്ച് എന്തിലാണെന്ന് പറയുമ്പം നമുക്കത് എവിടെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഒന്നെങ്കിൽ എയോ എച്ച് ഇവിടെ, അല്ലെങ്കിൽ എയോ എച്ച് ഇവിടെ, ഇങ്ങനെയല്ല പറയാൻ പറ്റും. ഇതിൽ ആരാണ്, എവിടെയാണ് എ, എവിടെയാണ് എച്ച് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. ഇതല്ലാണ്ട് ഒരു എൻഡിലാണ് വരുന്നത്. ഓക്കെ, ഇ ആൻഡ് എഫ് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ബി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ അറിയാലോ, ബി എന്ന് പറഞ്ഞാൽ ഇയുടെ എഫിന്റെ നെയ്ബർ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തോട്ട്, അതായത് ഇങ്ങോട്ട് അങ്ങോട്ട് മാറാം. ഇന്റെ എഫിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് മാറാം. സി ഈസ് ഫോർത്ത് ടു ദി ലെഫ്റ്റ് ഓഫ് ബി. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഈ ബിയുടെ ഫോർത്ത് ടു ദ ലെഫ്റ്റ്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് മാറ്റമുണ്ട്. നിങ്ങൾക്ക് അത് ഡൗട്ട് വരുന്നെങ്കിൽ ആദ്യം തന്നെ എഴുതിയിടുക, ഏതാണ് റൈറ്റ്? ഇതാണ് റൈറ്റ് എൻഡ്, ഇതാണ് ലെഫ്റ്റ് എൻഡ്. അപ്പൊ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. സി ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ബിയുടെ ലെഫ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ബിയുടെ ലെഫ്റ്റ് പോകുന്നത് ഇങ്ങോട്ടാണ്. അതായത് ഫോർത്ത് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 3 പേര് കഴിഞ്ഞാണ് സി വരുന്നത്. ഇതാണ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, നമുക്കൊന്നും ഫിക്സ് ചെയ്യാറായിട്ടില്ല, വെയിറ്റ് ചെയ്യാം. അടുത്ത നോക്കുക, എഫ് ഈസ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. ശ്രദ്ധിച്ച് നോക്കുക, എഫിന്റെ അല്ല എയുടെ ലെഫ്റ്റിലാണ് എഫ് വരുന്നത്. ഓക്കെ, എയുടെ ലെഫ്റ്റ്. ഇപ്പൊ ലെഫ്റ്റ് എവിടെ ആണെന്നാണ് ഇങ്ങനെ, അതായത് എ ഇവിടെ ആണെങ്കിൽ ഇപ്പുറത്താണ്, ഇങ്ങനെയാണ് വരുന്നത്. എ ആണെങ്കിൽ അപ്പുറത്ത് എഫ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിൽ നമുക്ക് എയുടെ പൊസിഷൻ പറയാൻ പറ്റുമല്ലോ. എ ഇവിടെ വന്നാൽ എനിക്ക് എഫിനെ കൊടുക്കാൻ പറ്റുമോ ഇപ്പുറത്ത്? ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? എ ഇവിടെ വന്നാൽ അതിന്റെ തൊട്ട് ലെഫ്റ്റിൽ ആരെ കൊടുക്കാൻ പറ്റൂ? എഫിനെ കൊടുക്കാൻ പറ്റും. കണ്ടോ? അപ്പൊ അതിന് നമുക്ക് ഉറപ്പിക്കാം, എ ഇവിടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എച്ച് എവിടെ ആയിരിക്കും വരുന്നത്? എച്ച് ഇവിടെ ആയിരിക്കും വരുന്നത്. ആ 2 കാര്യം നമുക്ക് അതിൽ നിന്ന് കിട്ടും. കാരണം ഇതിൽ ഒരാൾ ഫിക്സ് ആയി കഴിഞ്ഞാൽ മറ്റേ ആളായിരിക്കും ആ എൻഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എഫിനെ പറ്റി എഴുതി എന്തെങ്കിലും ഉണ്ടോ, കൊടുക്കാനുണ്ടോ? അതുകൊണ്ട് എഫിനെ പറ്റി എഴുതിയൊരു കാര്യമുണ്ടല്ലോ, എഫിന്റെ ഇയുടെ ഇടയ്ക്കാണ് ബി. അങ്ങനെയാണ് ഇപ്പുറത്തോട്ട് വരത്തില്ല. അപ്പൊ എങ്ങനെ വരും? എഫിന്റെ ഇയുടെ ഇടയ്ക്കാണ് ബി, ഇങ്ങനല്ലേ വരുന്നത്. അപ്പൊ അതും കൊടുത്തേ. അപ്പൊ അതും കൊടുത്തു, ഇതും കൊടുത്തു. ഇനി നോക്കി, ഇത് നോക്കി, ബി കിട്ടിയല്ലോ. ബി കിട്ടിയെങ്കിൽ ഇതും കൊടുക്കാം. ബിയുടെ ലെഫ്റ്റില് 3 പേര് കഴിഞ്ഞാണ് സി. അപ്പൊ നോക്കി, 1, 2, 3. അപ്പൊ ഇവിടെ ആയിരിക്കും ആര് വരുന്നത്? സി. ഓക്കെ, നമ്മൾ ഒരു സെന്റൻസ് കൂടെ കൊടുക്കാനുണ്ട്. എന്താണ്? ഡി ഈസ് നോട്ട് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് സി. ഡി എന്ന് പറഞ്ഞാൽ സിയുടെ നെയ്ബർ അല്ല. സിയുടെ നെയ്ബർ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇവിടെ ആളുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഡി വരത്തില്ല. അപ്പൊ ഡി എവിടെ വരും? ഡി ഇവിടെ വരും. ഇനി കൊടുക്കാൻ ബാക്കിയുള്ള ആളാരാണെന്ന് നോക്കി, എ ബി സി ഡി ഇ എഫ് ജി അല്ലേ? അപ്പൊ ജി ആണ് ഇവിടെ വരുന്നത്. അപ്പം എല്ലാവരും ആയി. ഫൈനൽ ക്വസ്റ്റ്യൻ, ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. ഇയുടെ തൊട്ട് റൈറ്റില് ബി എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി, ബി ആണ് ആൻസർ. ഇവിടെ റൈറ്റ് ലെഫ്റ്റ് നിങ്ങൾ ആദ്യമേ അങ്ങ് മാർക്ക് ചെയ്തിടുക. തെറ്റെന്നുള്ളവരുണ്ടെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് ആദ്യമേ മാർക്ക് ചെയ്തിടുക. അതിനനുസരിച്ചിട്ട് ആൻസർ നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡൈസിന്റെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അപ്പം സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ സർക്കുലർ നമ്മൾ നോക്കി, അതേപോലെ ലീനിയർ ആയിട്ടുള്ളത് നോക്കി, അതായത് റോയിൽ ഇരിക്കുന്നത് നോക്കി. ഇനി ഡൈസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡൈസിന്റെ എളുപ്പമാണ്. അതിന്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പം നമുക്ക് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1 എന്ന് പറയുന്ന നമ്പറിന് ഓപ്പോസിറ്റ് ആണ്. 1 എന്ന് പറയുന്ന നമ്പറിന് ഓപ്പോസിറ്റ് എന്ത് വരും എന്നാണ്. ഒരു ഡൈസിന് തന്നെ നോക്കാം, 3 ഡിഫറെന്റ് പൊസിഷൻസ് ഓഫ് സെയിം ഡൈസ് ആർ ഗിവൺ. ഈ തന്നിരിക്കുന്നത് 3ഉം ഒരു ഡൈസിന്റെ തന്നെ പൊസിഷനാണ്. ഒരു സെയിം ഡൈസിന്റെ തന്നെ പല പല രീതി വെക്കുമ്പോൾ പൊസിഷനാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നിന് ഓപ്പോസിറ്റ് എന്ത് വരും? ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഒരു ഡൈസിന്റെ തന്നെ 2 പൊസിഷൻ എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു 4, 2, 3യും
ഇവിടെ ഒരു 4 2 5 ആണെന്ന് ഇരിക്കട്ടെ. അപ്പം ഇങ്ങനെ രണ്ട് പൊസിഷനിൽ ഏതെങ്കിലും രണ്ട് പേര് കോമൺ വന്നാൽ ശ്രദ്ധിച്ചോണം, ഏതെങ്കിലും രണ്ട് പേര് കോമൺ, ഇവിടെയും 4 2 ഉണ്ട്, ഇവിടെയും 4 2 ഉണ്ട്, അങ്ങനെ കോമൺ വന്നാൽ റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ആയിരിക്കും. അതേപോലെ നമുക്ക് ഇവിടെ വേണ്ടത് ആരുടെയാണ്? 1ന്റെ അല്ല. അപ്പൊ നിങ്ങൾ നോക്കി 1 ഒഴിച്ചുള്ള ആൾക്കാർ നോക്കി, ഇവിടെ 1 ഒഴിച്ചുള്ള ആൾക്കാർ ആരൊക്കെയാണ്? 2 ഉം 3. ഈ 2 ഉം 3 ഒരുമിച്ച് ഏതെങ്കിലും ഡൈസ് വരുന്നുണ്ടോ? 2 ഉം 3 ഒരുമിച്ച് ഏതെങ്കിലും ഡൈസ് വരുന്നുണ്ടോ? വരുന്നുണ്ട്, താണ്ടി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ കാര്യം എളുപ്പമായില്ലേ? അപ്പൊ രണ്ടുപേര് കോമൺ ആണെങ്കിൽ റിമൈനിങ് ആൾക്കാർ ഓപ്പോസിറ്റ്. ആൻസർ ആയി. 1ന് ഓപ്പോസിറ്റ് എന്താണ്? 6 ആണ് ആൻസർ. ഓക്കെ, ഇതാണ് ആ ഒരു കൺസെപ്റ്റ്. രണ്ടുപേര് കോമൺ ഉണ്ടെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇവിടെ ആൻസർ കണ്ടുപിടിക്കാം. 1ന് ഓപ്പോസിറ്റ് 6 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതാണ് നോക്കുന്നത് കിട്ടത്തില്ല. കാരണം ഇവിടെ വരുമ്പോൾ 1ന്റെ കൂടെ ഉള്ളത് 5 ഉം 4 ആണ്. ഈ 5 ഉം 4 ഒരുമിച്ച് 5 ഉം 4 വരുന്ന ഡൈസേ ഇല്ല. പിന്നെ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 3 വെച്ചെടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ 23 ഓപ്പോസിറ്റ് എന്ത് വരുമെന്നാണ്. ഓക്കെ, 23ക്ക് ഓപ്പോസിറ്റ് എന്ത് വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 23യുടെ ഓപ്പോസിറ്റ് എന്ത് വരും നോക്കാം. നിങ്ങൾ 23 വരുന്ന ഡൈസോട് നോക്കി. ഇവിടെ ഒരു 23 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു 23 ഉണ്ട്. ഓക്കെ, രണ്ടിടത്തും 23 ഉണ്ട്. അപ്പൊ ഈ 23യുടെ കൂടെ ഉള്ള ആൾക്കാർ എവിടെയെങ്കിലും ഒരുമിച്ച് വരുന്നുണ്ടോ നോക്കിയാൽ പോരെ. അതായത് ഈ 25 22 ഒരുമിച്ച് ഏതെങ്കിലും ഡൈസ് വരുന്നുണ്ടോ? ഇല്ല. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഈ 21 26 ഒരുമിച്ച് ഒരു ഡൈസ് വരുന്നുണ്ടോ? വരുന്നുണ്ട്, താണ്ടി ഇവിടെ വരുന്നുണ്ട്. അതായത് ഇവിടെയും 21 26 ഉണ്ട്, ഇവിടെയും 21 26 ഉണ്ട്. അപ്പൊ കാര്യം എളുപ്പമായി. 23യുടെ ഓപ്പോസിറ്റ് ആരാണ്? 24 ആണ് ആൻസർ. കാര്യം പിടി കിട്ടിയോ? രണ്ടുപേര് കോമൺ ഉണ്ടെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പൊ 23യുടെ ഓപ്പോസിറ്റ് 24 എന്നുള്ള വരും. ഓക്കെ, ഇവിടെ ഫൈൻഡ് ദ നമ്പർ ഓപ്പോസിറ്റ് ഓഫ് 8. 8ന് ഓപ്പോസിറ്റ് എന്ത് വരും? ഇപ്പൊ നോക്കി, ഇവിടെ 8ന്റെ കൂടെ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? 5 9. പക്ഷെ ഇവിടെ 5 9 ഒരുമിച്ച് വരുന്നുണ്ടോ? ഇല്ല. 5 9 ഒരുമിച്ച് വരുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് ആ മെത്തേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഡൈസിലും രണ്ടുപേര് കോമൺ ഇല്ല. രണ്ടുപേര് കോമൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ മെത്തേഡ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരാൾ കോമൺ ഉണ്ടല്ലോ. ആരാണ്? ഇവിടെ ഒരാളെ കോമൺ ഉള്ളൂ. ആരെ കോമൺ ഉള്ളൂ? 5 മാത്രമേ കോമൺ ഉള്ളൂ. അപ്പൊ ഇവിടെ ചെയ്യേണ്ട രീതി, ഇതിപ്പോ ഒന്നാമത്തെ ഡൈസ്, ഒന്നാമത്തെ ഡൈസ് അല്ല, ഒരു ഡൈസ് തന്നെയാണ്. ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ, ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ. ഇവിടെ രണ്ട് പൊസിഷനിലും കോമൺ ഉള്ള ആളിനെ ആദ്യം ഒന്ന് എഴുതുക. രണ്ടിടത്തും കോമൺ ഉള്ള ആളാരാണ്? 5 ഉള്ളൂ. ഒരാൾ കോമൺ ഉണ്ടെങ്കിലാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. രണ്ടുപേര് കോമൺ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മെത്തേഡ് ചെയ്യുക. ഒരാളെ കോമൺ ഉള്ളെങ്കിലാണ് ഈ മെത്തേഡ് നോക്കേണ്ടത്. ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഉള്ള ആൾക്കാരെ ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതുക, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതുക. ക്ലോക്ക് വൈസ് ഓർഡറിലാണ് എഴുതുന്നതെങ്കിൽ ഈ രണ്ടിടത്തെ ആൾക്കാരെ ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതുക. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ രണ്ടിടത്തെ ആൾക്കാരെ ആന്റി ക്ലോക്ക് വൈസ് എഴുതുക. ഞാനിപ്പോൾ ക്ലോക്ക് വൈസ് ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെയും ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ നോക്കണം, ഇവിടെയും ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ നോക്കണം. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ക്ലോക്കിന് സൂചി പോകുന്നത് ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ വരുന്ന ഓർഡറിൽ 5 കഴിഞ്ഞുള്ള ഇങ്ങനെ വരുന്ന ഓർഡറിൽ എഴുതണം. അതായത് 5 കഴിഞ്ഞ ആരൊക്കെയാണ്? 7 6. ഇവിടെ ക്ലോക്ക് വൈസ് ആണ് എടുത്തെങ്കിൽ ഇവിടെയും ക്ലോക്ക് വൈസ് ആണ് എടുക്കണം. അപ്പൊ എങ്ങനെ വരുന്നത്? അത് ഇങ്ങനെ പോകണം. മനസ്സിലായി? ഇങ്ങനെ പോകണം. അപ്പൊ 5 കഴിഞ്ഞ ആരാണ്? 5 കഴിഞ്ഞ് വരുന്നത് 8 ആണ്. ക്ലിയർ ആയി? അപ്പൊ അങ്ങനെ പോകണം. 8 9. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ എഴുതിയിട്ട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ വരത്തില്ലേ, ഇവർ തമ്മിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും, ഇവർ തമ്മിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ചോദിച്ചിരിക്കുന്ന ആളിനെ കിട്ടിയില്ലേ? 8ന് ഓപ്പോസിറ്റ് എന്താണെന്ന് വരുന്നത്? 7 ആണ്. ഓപ്ഷൻ 1 7 ആണ് ആൻസർ വരും. ഓപ്ഷൻ 1 7 ആണ് ഫൈനൽ ആൻസർ വരും. ക്ലിയർ ആയോ? ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരാളെ കോമൺ ഉള്ളെങ്കിൽ ഈ രീതിയിൽ കണ്ടുപിടിക്കുക. ഓക്കെ, വാട്ട് വിൽ കം ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് കണ്ടെയ്നിങ് കെ. കെക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? അപ്പൊ നോക്കി, ഇവിടെ നോക്കുക, രണ്ടുപേര് കോമൺ ഉണ്ടോ? കെ അല്ലാതെ വരുന്നത് 6 ബി ആണ്. 6 ബി ഇവിടെ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആ മെത്തേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരാളുടെ കോമൺ ഉള്ള ആരേ ഉള്ളൂ? വി മാത്രമേ കോമൺ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? വി ആദ്യമേ എഴുതുക. ഓക്കെ, വി ആദ്യമേ എഴുതിയിട്ട് വിയുടെ ആ ഒരു ഓർഡർ എഴുതുക. അപ്പൊ ഞാൻ ഇവിടെ ക്ലോക്ക് വൈസ് എടുക്കുകയാണ്. ക്ലോക്ക് വൈസ് എടുത്താൽ വി കഴിഞ്ഞ് ക്ലോക്ക് വൈസ് വരുന്ന ആരാണ്? ക്യൂ. അപ്പൊ ക്യൂ പി. ഇവിടെ ആണെങ്കിലോ ഇങ്ങനെയല്ലേ പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നത്. ബി കെ ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ആരുടെയാണ്? കെയുടെ അല്ലേ? ആൻസർ ആയി. ഓപ്ഷൻ 2 ക്യൂ ആണ് ആൻസർ. എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡൈസിനകത്തുള്ളത്. ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പേപ്പർ മടക്കി ഡൈസ് ആക്കുമ്പോൾ ആര് ഓപ്പോസിറ്റ് വരും എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനകത്ത് എങ്ങിന് ഓപ്പോസിറ്റ് എന്ത് വരും എന്നല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു പേപ്പർ മടക്കി നമ്മൾ ഡൈസ് ആക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന രീതി എന്ന് വെച്ചാൽ,
ഈ അടുപ്പിച്ച് കിടക്കുന്ന 4 പേരെ കണ്ടോ, ഈ 4 പേര് ഇങ്ങനെ അടുപ്പിച്ച് കിടക്കുമല്ലേ, ഇവരൊന്നിടവിട്ട്, അതായത് എച്ചിന് ഓപ്പോസിറ്റ് വരുന്നത് ഈ എൽ ആയിരിക്കും. ഓക്കെ, ഈ ജെയ്ക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഈ എൻ ആയിരിക്കും. അതായത് എച്ചിന് ഓപ്പോസിറ്റ് വരുന്നത് ഈ എൽ ആയിരിക്കും, ജെയ്ക്ക് ഓപ്പോസിറ്റ് വരുന്നത് എൻ ആയിരിക്കും. കാര്യം ക്ലിയർ ആയോ? ഇനി ബാക്കി ഈ വെളിയിൽ കിടക്കുന്ന രണ്ടുപേർ കണ്ടോ, ആറും പി, ഇവർ തമ്മിൽ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. ചോദിച്ചിരിക്കുന്നത് എന്താണ്, എന്നിന് ഓപ്പോസിറ്റ് എന്ത് വരും എന്നല്ലേ, പെന്നിന് ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്, ആൻസർ ആയി ഓപ്ഷൻ ബി ജെ ആണ് ആൻസർ. ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ, ഇങ്ങനെ പേപ്പർ മടക്കുന്ന ക്വസ്റ്റ്യൻ വന്നാൽ, ഇങ്ങനെ ഒന്നിടവിട്ടുള്ള ആൾക്കാരായിരിക്കും ഓപ്പോസിറ്റ്, ബാക്കി ഈ 4 പേർക്ക് വെളിയിൽ കിടക്കുന്ന 2 പേര് തമ്മിൽ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, സെലക്ട് ദ ഡൈസ് വിച്ച് cannot be formed folding the given sheet. ഓക്കെ, ഇത് മടക്കിയാൽ കിട്ടാത്ത ഡൈസ് ഏതാണ് ശ്രദ്ധിച്ച് വായിക്കാം. അപ്പൊ കിട്ടുന്ന ഡൈസ് എങ്ങനെയാണെന്ന്, കിട്ടാത്ത എങ്ങനെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കുക. അപ്പൊ ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ് ഓപ്പോസിറ്റ് വരുന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഇങ്ങനെയാണ് ഒരു പേപ്പർ മടക്കുന്നതെങ്കിൽ, അത് ഈ ഇവിടെ 3 പേര് അടുപ്പിച്ചല്ലേ, അപ്പം ഈ എക്സിന് ഓപ്പോസിറ്റ് വരുന്നത് ആണ് ഈ സി ആയിരിക്കും, ഈ ഡിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ജി ആയിരിക്കും. അതായത് എക്സിന് ഓപ്പോസിറ്റ് വരുന്നത് സി ആയിരിക്കും, ഡിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ജി ആയിരിക്കും. റിമൈനിങ് ആയിട്ട് ഇവിടെ നടുക്ക് വരുന്ന ആളും ഇവിടെ നടുക്ക് വരുന്ന ആളും തമ്മിൽ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ കൺസെപ്റ്റിലാണ് വരുന്നത്. ഇനി ഇത് വെച്ച് ഫോം ചെയ്യാൻ പറ്റുന്ന ഡൈസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ, അപ്പൊ അതിന്റെ സംഭവം എന്ന് വെച്ചാൽ, അത് മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്പോസിറ്റ് ഫേസസ് വോണ്ട് കം ടുഗദർ. ഓപ്പോസിറ്റ് ഫേസസ് ഒരുമിച്ചൊരു പടത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ ഒരു കൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. മനസ്സിലായി? അതായത് നമ്മൾ ഈ ഒരു പൊസിഷൻ എടുത്താൽ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് വരത്തില്ല. ക്ലിയർ? അപ്പോൾ എവിടെയെങ്കിലും ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഫോം ചെയ്യാൻ പറ്റാത്ത ഡൈസ്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് പിടികിട്ടിയോ? ഒരുമിച്ചുള്ള ആൾക്കാർ ഒരു ഡൈസിൽ വരത്തില്ല. അതായത് ഇപ്പൊ എക്സ് സി ഓപ്പോസിറ്റ് അല്ലേ, എക്സ് സി ഓപ്പോസിറ്റ് ആണെങ്കിൽ എക്സ് സി ഒരുമിച്ച് ഒരു പടത്തിൽ വരത്തില്ല. അപ്പൊ നിങ്ങൾ നോക്കി, എക്സ് സി ഒരുമിച്ച് ഏതെങ്കിലും പടത്തിൽ വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നോക്കുക, ഡിയും ജിയും ഒരുമിച്ച് ഏതെങ്കിലും പടത്തിൽ വരുന്നുണ്ടോ? ഡിയും ജിയും ഒരുമിച്ച് പടത്തിൽ വരുന്നുണ്ടോ? ഇല്ല. ഇനി നോക്കി, എയും എഫ് ഒരുമിച്ചൊരു പടത്തിൽ വരുന്നുണ്ടോ? എയും എഫ് ഒരുമിച്ചൊരു പടത്തിൽ വരുന്നുണ്ട്. ദാണ്ട് ഇതിനകത്താണ് നോക്കിയാണ്ടോ, എയും എഫ് ഒരുമിച്ച്. ഇപ്പൊ എന്താണ് അവിടെ സംഭവം? എയും എഫ് ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ അവർ ഇങ്ങനെ വരുമോ? ഇപ്പൊ ഇവിടെ ആയിരുന്നു, ഇവിടെ എ എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തല്ലായിരുന്നു, ആണ് ഈ നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗത്തല്ലായിരുന്നു എഫ് വരുന്നത്. ഇപ്പൊ ഇങ്ങനെ വരത്തില്ലെന്നുള്ള ഉറപ്പാണല്ലോ. അതായത് ഇത് മടക്കി കഴിഞ്ഞാൽ ഈ ഡൈസ് കിട്ടത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാര്യം മനസ്സിലായോ? ബാക്കിയുള്ളത് വരാം. ബാക്കിയുള്ളതൊന്നും ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് വന്നിട്ടില്ല. ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് വരാത്തതുകൊണ്ട് അവർ 3 പേരും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പറ്റാത്തത് ഏതാണ്? ഓപ്ഷൻ 1 ആണ്. കാര്യം ക്ലിയർ ആയോ? ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.